ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു ഇലയടയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. മാവ് കുഴയ്ക്കോ പരത്തോ ഒന്നും വേണ്ട, നല്ല സിമ്പിളായിട്ട് എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈ ഇലയടയുടെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ഫില്ലിങ്സ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്കൊരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഫില്ലിങ്സ് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ഫ്ലേവറിന് വേണ്ടി 1/4 ടീസ്പൂണോളം ചെറിയ ജീരകവും ചേർത്ത് കൊടുത്ത് ഒന്നങ്ങ് വഴറ്റിയെടുത്ത ശേഷം പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 2 അച്ച് ശർക്കര ഉരുക്കി അരിച്ചൊഴിച്ച് കൊടുത്ത ശേഷം ഒന്ന് വറ്റിച്ചെടുക്കണം. ഈ ഒരു രീതിയിലൊന്ന് ശർക്കരയും തേങ്ങയൊക്കെ നല്ലപോലെ യോജിച്ചൊന്ന് വറ്റി വന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 കപ്പോളം ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ മാവിലേക്ക് ആവശ്യമായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നല്ലപോലെ ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താണ് നമ്മൾ കലക്കിയെടുക്കുന്നത്. വെള്ളത്തിന് നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ, അപ്പോഴാണ് നമ്മൾ അട നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ചൂടുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നല്ലൊരു തിക്കായിട്ടുള്ള മാവായിട്ട് നമുക്കിത് കലക്കിയെടുക്കാം. ഒരുപാട് ലൂസായി പോകണ്ട. ഇത് കണ്ടോ, ഇതാണ് മാവിൻ്റെ ഒരു പരുവം. ഇനി ഞാനിതവിടെ ഒരു വാഴയില എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുത്ത ശേഷം നമുക്കൊരു 3/4 തവിയോളം മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. വാഴയിലയിൽ നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കാൻ മറന്നു പോകരുത്. എന്നാലാണ് വെന്ത് കഴിയുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഇലയിൽ നിന്ന് അട വിട്ട് കിട്ടുള്ളൂ. ഒന്ന് പരത്തി കൊടുത്ത ശേഷം പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ്സ് ഇതിലേക്ക് കുറച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി നമുക്ക് ഇഡ്ഡലിച്ചെമ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇഡ്ഡലിച്ചെമ്പിൽ ആദ്യം തന്നെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടാവണം. ആവി വരുന്ന ഇഡ്ഡലിച്ചെമ്പിലേക്ക് വേണം നമ്മളിത് വെച്ച് കൊടുക്കാൻ. നമ്മളിത് കലക്കിയെടുത്ത മാവായതുകൊണ്ട് ഇലയുടെ പുറത്തേക്കൊക്കെ ഒലിച്ചു പോകും. അപ്പോൾ ആവി വരുന്ന ചെമ്പിലേക്ക് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടിക്കോളും. അങ്ങനെ ഒരു 3 എണ്ണം വീതം വെച്ചിട്ടാണ് ഞാൻ ആവി കയറ്റി എടുക്കുന്നത്. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഒരു 5 മിനിറ്റൊന്നും വേണ്ട അത് വെന്ത് വരാനായിട്ട്. നമ്മൾ നല്ല തിളച്ച ചെമ്പിലേക്കല്ലേ വെച്ച് കൊടുക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് തന്നെ അത് റെഡിയായി കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യം വെച്ച് കൊടുത്തത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഇലയടയാണ് കേട്ടോ ഇത്. കഴിക്കുന്ന സമയത്ത് ഇത് ഗോതമ്പ് പൊടിയാണെന്നൊന്നും അറിയേയില്ല. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഇലയട എല്ലാവരും തയ്യാറാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.